എങ്ങനെയുണ്ട് അവിടുത്തെ കുട്ടികളുടെ ഇൻട്രസ്റ്റ് ഭരതനാട്യത്തിൽ പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ്, അവിടുത്തെ പേരൻസിന്റെ ഇൻട്രസ്റ്റ് എങ്ങനെയുണ്ട്? അവരെ വളരെ ഇൻട്രസ്റ്റഡ് ആണ് അവിടെ. പിന്നെ അവർ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിന് മുഴുവനും മനസ്സ് കൊടുത്ത് അതിനായിട്ട് മനസ്സ് കൊടുത്ത് വളരെ ഹാർഡ് വർക്ക് ആയിട്ട് ചെയ്യുന്ന കുട്ടികൾ. അവിടുത്തെ രക്ഷിതാക്കന്മാർക്ക് അതായത് നമ്മുടെ ഭാരതീയമായിട്ടുള്ള കണക്ഷൻ ബന്ധം പുലർത്താനുള്ള ഏറ്റവും നല്ല മാർഗം നമ്മുടെ കലകൾ പഠിക്കലാണ്. അപ്പോൾ അന്ന് ഞങ്ങൾ പോകുന്ന അന്നത്തെ കാലത്ത് അമ്പലങ്ങളൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വളരെ അധികം ഇതിനു വേണ്ടി നിഷ്കർഷ ചെയ്തിട്ടുണ്ട്. കുട്ടികളെ നമ്മുടെ കലയോട് അഭിരുചി വളർത്താൻ വേണ്ടി പല ലെക്ചർ ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുമല്ലോ, യൂണിവേഴ്സിറ്റീസിലും പിന്നെ എവിടെയൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ടോ അവിടെയൊക്കെ പോയി കുട്ടികൾക്ക് ഇൻട്രസ്റ്റ്. അപ്പോൾ അവിടെയുള്ള രക്ഷിതാക്കന്മാർ അത് അടുത്ത തലമുറയ്ക്ക് അറ്റ്ലീസ്റ്റ് അവർക്കില്ലെങ്കിൽ കൂടി അടുത്ത തലമുറയ്ക്ക് ആ ബന്ധം പുലർത്തുന്നുള്ള അഭിപ്രായത്തിലാണ് അവർ പിന്നെ ഈ കുട്ടികൾക്കൊക്കെ ഭരതനാട്യം പറഞ്ഞു കൊടുക്കുക. അവർക്ക് വളരെ ആഴ്ചക്ക് ഒരു ക്ലാസ്സോ 2 ക്ലാസ്സേ ഉള്ളൂ സാധാരണ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ആ കാലഘട്ടങ്ങളിൽ എപ്പോഴും അവിടെ പ്രോഗ്രാമിന് പോയിക്കൊണ്ടുണ്ടായിരിക്കും. അപ്പോൾ അവരൊക്കെ ഞങ്ങൾ ചോദിക്കും എന്തെങ്കിലും കുറച്ച് പഠിപ്പിച്ച് തരണം. അപ്പോൾ ഈ 2 ദിവസം 3 ദിവസം ഈ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞ് നടക്കില്ല, ഒന്നും നടക്കില്ല. ഞങ്ങൾക്ക് അതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. നല്ലോണം പഠിച്ച ടീച്ചേഴ്സ് ആണെങ്കിൽ അവർക്ക് വല്ല ഐറ്റോ പറഞ്ഞു കൊടുക്കും, അത്രയേ ഉള്ളൂ. കുട്ടികൾക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ഐഡിയ തോന്നി ഈ കുട്ടികളൊക്കെ എന്തുകൊണ്ട് ഒരു ദിക്കിൽ കൊണ്ടുവന്ന് അവിടെ സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല പദ്ധതിയോട് കൂടി പറഞ്ഞു കൊടുത്താൽ എന്താ എന്നുള്ള ഒരു ഐഡിയയിലാണ് സ്വാമിജിയോട് പറഞ്ഞ് സ്വാമിജി വളരെ നല്ല ഒരു അപ്പം അങ്ങനെ കുട്ടികളൊക്കെ അവിടെ വന്ന് അവിടുന്നാണ് ഇങ്ങനെ അവിടുത്തെ സാഹചര്യങ്ങൾ നമ്മുടെ സംസ്കാരവും കല വളരാൻ ഒരു വലിയൊരു കൊല്ലം പോകുന്നുണ്ട് ഞങ്ങൾ. ജൂണിൽ പോയാൽ ജൂൺ എൻഡിൽ പോവും, ഓഗസ്റ്റോടുകൂടി വരും. നിങ്ങൾക്ക് രണ്ട് മക്കളും ആൺകുട്ടികളാണ്. അതെ. അപ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരു പെൺകുട്ടി ഇല്ല എന്നുള്ളത്? ഇല്ല, ആ കുറവ് തോന്നിയിട്ടില്ല. ഇനി 2 മക്കൾക്കും കലയോട് വളരെ ആശയാണ്. പിന്നെ അതിനെ ആസ്വാദിക്കാനുള്ള കഴിവുണ്ട് കുട്ടികൾക്ക്. അവർക്ക് പാട്ടായിട്ടും നാട്യമായിട്ടും അതിനുള്ള അറിവുണ്ട്. മൂത്ത മകൻ നല്ലോണം പാടും, നല്ലോണം മൃദംഗം വായിക്കും സഞ്ജയൻ. രണ്ടാമത്തെ മകൻ പിന്നെ നല്ലോണം ഭരതനാട്യം ചെയ്യും. കുറേ ചെയ്ത് അതെ പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് സമീപകാലത്താണ് അവൻ്റെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കോഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അവൻ ഫോട്ടോഗ്രാഫിയിലേക്ക് മോർ പ്രൊഫഷണലായിട്ട് തുടങ്ങിയത്. പിന്നെ അപ്പോൾ വന്ന് കുറച്ച് ഞങ്ങൾ പാട്ടിലും ഇതിലൊക്കെ ആഗ്രഹമുണ്ട്, പലതും ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ഈ പ്രൊഡക്ഷൻസിലൊക്കെ മോഗ്ലി പറഞ്ഞിട്ട് അത് സത്യജിത്ത് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിന്റെ ഒരു റിസപ്ഷൻ എങ്ങനെയുണ്ടായിരുന്നു ഇന്ത്യയിലും? അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. 2 വിധത്തിൽ ചെയ്തിട്ടുണ്ട്. ആദ്യം 84 ഇംഗ്ലണ്ടിൽ വെച്ചിട്ട് ഞങ്ങൾ കമ്മീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അധികം പോലെ നല്ലോണം ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ അറിയപ്പെടാനും ഞങ്ങൾ വളരെ ഓപ്പണാണ് പുതിയ വർക്ക് ചെയ്യാൻ. അപ്പോൾ അറിഞ്ഞിട്ടാണ് ലണ്ടൻ ഇന്ത്യൻ സ്കൂൾ ഓഫ് ഡാൻസ് എന്ന് പറഞ്ഞിട്ട് അക്കാഡമി ഓഫ് ഇന്ത്യൻ ഡാൻസ് ലണ്ടനിൽ അവർ ഞങ്ങളോട് ചോദിച്ചു ഒരു പുതിയതായിട്ട് വല്ലതും. അവിടെ എല്ലാം അവരുടെ അന്നത്തെ കാലത്ത് എല്ലാവർക്കും ഈ ഭരതനാട്യം എന്ന് പറഞ്ഞാൽ ഒരു സോളോ ഡാൻസ് ആണ്, അതിലൊന്നും വേറൊന്നും കഴിവില്ല, ചെയ്യാൻ കഴിയില്ല, അങ്ങനെയുള്ള ഒരു അഭിപ്രായം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും ചെയ്യുന്നത് അത് ഒരേ അലാരിപ്പൂ ജതീശ്വരൻസ് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജംഗിൾ ബുക്ക് ആദ്യം എടുത്ത് ചെയ്തപ്പോൾ ആക്ച്വലി ഞങ്ങളുടെ ഒരു പ്രധാന ശിഷ്യ പുഷ്കല ഗോപാൽ, അവളവിടെ ട്രെയിനിങ്ങിന് പോയ സമയത്ത് അവളാണ് ഈ ഐഡിയ കൊണ്ടുവന്നത്. അപ്പോൾ ഞങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ട് അവിടുത്തെ ആർട്സ് കൗൺസിൽ ഫണ്ടിങ് ചെയ്തിട്ട് മൗഗ്ലി ആദ്യം ചെയ്ത് കാണിച്ചു കൊടുത്തപ്പോഴാണ് അവിടെ ഒരു വലിയ ബ്രേക്ക് ഉണ്ടായി. യൂറോപ്പിൽ തന്നെ ഒരു വലിയൊരു ഭൂകമ്പമായിരുന്നു. ഈ ഒരു ഭരതനാട്യത്തിലേക്ക് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്ന് കാണിച്ചു കൊടുത്തപ്പോൾ എല്ലാവരും വളരെ അവർക്ക് ഒരു പുതിയൊരു പുത്തുണർവായി പിന്നെ എല്ലാവരും ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെയുള്ള ഇംഗ്ലണ്ടിലുള്ള കുട്ടികളെ തന്നെ കഥക്ക് പിന്നെ കഥകളി, മോഹിനിയാട്ടം, ഭരതനാട്യം ഇതെല്ലാം കൂടി എല്ലാം അതിൽ ഉൾക്കൊള്ളിച്ചു. പിന്നെ എല്ലാവർക്കും ചാൻസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു പ്രൊഡക്ഷൻ അത് വളരെ ഏകദേശം 200 സ്റ്റേജോളം ചെയ്തിട്ടുണ്ട്. അതിലാണ് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ കഴിഞ്ഞത് മഹാഭാരതം ചെയ്തു. അത് 4-5 കൊല്ലത്തിന് മുമ്പ് ചെയ്തു. അതിനുശേഷം വേറൊരു
അത് ഫസ്റ്റ് വേർഷനും സെക്കൻഡ് വേർഷൻ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അത് അമേരിക്കയിൽ ചെയ്തു, ഇത് ഇംഗ്ലണ്ടിലായിരുന്നു. അത് മുഴുവൻ ഇന്ത്യൻ ഡാൻസ് ആയിരുന്നു, നമ്മുടെ ശാസ്ത്രീയ കലകള്. അവിടെ ചെയ്തത് ഭരതനാട്യവും ബാലയും രണ്ടും കൂടിയിട്ടാണ്. ബാലെ കമ്പനി, വളരെ പ്രശസ്തമായിട്ടുള്ള ഒഹായോ ബാലെ കമ്പനി, വളരെ അമേരിക്കയിലെ ഏറ്റവും വലിയ കമ്പനിയാണ്. അവരും ഞങ്ങളുടെ കമ്പനി, രണ്ട് കമ്പനി കൂടിയിട്ടാണ് അത് ചെയ്തത്. അത് ടുക്ക് ഒരു 2 കൊല്ലമായി ആ പ്രൊഡക്ഷൻ മെറ്റീരിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പണ്ഡിറ്റ് വിജയരാഘവ റാവു ആണ് മ്യൂസിക് ചെയ്തത്. പണ്ഡിറ്റ് രവിശങ്കറുടെ പ്രധാന ശിഷ്യനാണ്. ആ മ്യൂസിക് വെറും മ്യൂസിക്, ലിറിക്സ് ഒന്നുമില്ല. ആ പ്രൊഡക്ഷൻ 2 കൊല്ലം ആയി. അത് 2 കൊല്ലം എടുത്തു അതൊക്കെ ചെയ്യാൻ. അത് രണ്ടും കൂടി ചെയ്ത് കൊറിയോഗ്രാഫ് ചെയ്ത് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടും പിന്നെ അതൊരു നല്ലൊരു ചാലഞ്ചിങ് ജോബായിരുന്നു. കാരണം ഞങ്ങൾ 2 കമ്പനി ഒരേമാതിരി 2 കമ്പനി ചേർന്ന് പണിയെടുക്കണ്ടേ. ഒരു കൊറിയോഗ്രാഫർ ഉണ്ടായിരുന്നു, ഡോക്ടർ ഹൈൻസ് എന്ന് പറഞ്ഞ ആൾ. അയാൾ ജർമ്മനാണ്, വളരെ സ്ട്രിക്റ്റ് ആണ്. അവിടെ തന്നെ എല്ലാവർക്കും പേടിയാണ് അയാളെ. അയാളുമായിട്ട് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു നമ്മുടെ കമ്മ്യൂണിറ്റിക്കൊക്കെ ഉണ്ടായിരുന്നു. അയാൾ വളരെ സ്റ്റിഫായിട്ടുള്ള ഒരാളാണ്. അത് ഇതായിട്ട് വേറൊരാളുടെ വിചാരിച്ചിട്ടുണ്ടാവും നിങ്ങളെ പറ്റിയൊക്കെ. ഞങ്ങൾ വളരെ അമിക്കബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി, അവരുടെ കൂടെ ചെയ്യാൻ പറ്റി. അദ്ദേഹം വളരെ നന്നായിരുന്നു, കോഓപ്പറേറ്റീവ് ആയിരുന്നു അല്ലേ. പക്ഷെ അവർക്ക് നമ്മുടെ കലയോടുള്ള ആ ഭംഗി അപ്പോഴാണ് മനസ്സിലായത്. അതുവരെയ്ക്കും അവർക്ക് അറിയില്ല. അവർക്ക് അവരുടെ ബാലെ മാത്രമേ അറിയുള്ളൂ, മറ്റുള്ളതിന്റെ ഒരു ഡീറ്റെയിൽസ് അറിയില്ല. ഇത് വരാൻ തന്നെ കാരണം എങ്ങനെയാണെന്ന് വെച്ചാല്, ഞങ്ങളാണ് ആദ്യമായിട്ട് വലിയൊരു ഗ്രൂപ്പ്, ശരിയായിട്ടുള്ള ഗ്രൂപ്പ് അമേരിക്കയിൽ കൊണ്ടുപോയത്. സംഘമിത്ര രാമനാടകം, സീതാരാമ കഥ എന്ന് പറഞ്ഞിട്ട് 2 പ്രൊഡക്ഷൻസ്, ഗ്രൂപ്പ് പ്രൊഡക്ഷൻസ്, 30 പേരെ കൊണ്ടുപോയി അമേരിക്കയിൽ ഏകദേശം ഒരു 80 ഷോകളും ചെയ്തു, 2 ഭാഗമായിട്ട്. അപ്പോഴാണ് അവിടെയുള്ള മെയിൻ തിയേറ്റേഴ്സിലെ ബാലെ ഡാൻസേഴ്സിന് ദാറ്റ് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് വെച്ചിട്ട് ബാലെ മാതിരി ചെയ്യാൻ കഴിയുമെന്ന് അവർക്ക് ഉത്ബോധനം ഉണ്ടായത്. അപ്പോഴാണ് ഒഹായോയിൽ വെച്ചിട്ട് ഒരു കമ്പനി ഞങ്ങൾ ചോദിച്ചത്, നമ്മൾക്ക് 2 പേര് ചേർന്നിട്ട് വല്ലതും ചെയ്തുകൂടെയെന്ന്. ഞങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ ഡിസ്കഷനൊക്കെ നടത്തി അവസാനം ഈ ജംഗിൾ ബുക്ക് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതൊരു വലിയൊരു കമ്മ്യൂണിറ്റി പ്രോഗ്രാം ആയിരുന്നു. ഹോൾ ഒഹായോ സ്റ്റേറ്റിലെ ഗവർണർ ഞങ്ങൾക്കൊരു വലിയൊരു പട്ടം തന്നിരുന്നു, കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറഞ്ഞൊരു അവാർഡ്. അത് മാത്രമല്ല അമേരിക്കയിൽ ആ കൊല്ലത്തെ അവിടെ ഇതുണ്ട്, ഏറ്റവും ബെസ്റ്റ് തിയേറ്ററിക്കൽ പ്രൊഡക്ഷൻ എന്നുള്ളൊരു അവാർഡ്. $25,000 അത് കിട്ടി. അത് വാങ്ങുന്നതൊക്കെ ഈ നമ്മുടെ ഓസ്കാർ അവാർഡ് വാങ്ങുന്നമാരൊക്കെ ആയിരുന്നത്. ഇറ്റ് വാസ് ഫൈൻ. ഞങ്ങള് ഒരു പ്രൊഡക്ഷൻ വലുതായിട്ട് ചെയ്തത് വേറെ പണ്ഡിറ്റ് രവിശങ്കറിന്റെ ഒപ്പം ഒന്ന് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു മ്യൂസിക്കൽ ഓപ്പറ ഘനശ്യാം ബ്രോക്കൺ ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട്, അത് അവിടെ ബർമിംഗ്ഹാമിൽ വെച്ചിട്ട് ലണ്ടനിൽ ചെയ്തിരുന്നു. അതും വളരെ പ്രശസ്തി ഉള്ള ഒരു സോ അതിലൊരു തീം കൊടുത്തു, ഹൗ ഡ്രഗ് സ്പോയിൽസ് പീപ്പിൾ എന്നുള്ളത്. അപ്പൊ അതില് ഒരു ഫാമിലി ഓഫ് ആർട്ടിസ്റ്റ് കൊണ്ടുവന്നു. അപ്പൊ അവരുടെ പ്രാക്ടീസിങ് ഓഫ് ആർട്ടിസ്റ്റ്, കഥകളിയും കഥക് ആൻഡ് ഭരതനാട്യം ഫാമിലി എങ്ങനെയാണ് അവർ തമ്മിൽ. അപ്പൊ അത് കാണിക്കുമ്പോൾ then you can show the art. അതിൽ നമ്മുടെ ഭാരതീയ സംസ്കാരം, അതിൽ ചില നമ്മുടെ സൂപ്പർസ്റ്റിഷൻ ഒക്കെ ഉണ്ടല്ലോ, അന്ധവിശ്വാസങ്ങൾ, പിശാച് വന്നിട്ട് അദ്ദേഹത്തിൽ കൂടുന്നത്, അങ്ങനെ അതൊക്കെ കുറച്ച് കൊണ്ടുവന്നിട്ട് ജനങ്ങൾക്ക്. അത് പണ്ഡിറ്റ്ജിയുടെ ഐഡിയാസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ വെരി ആർട്ടിസ്റ്റിക്. എൻ്റെ നാട്യത്തിനെ പറ്റി നല്ലോണം അറിവുണ്ട്. ഉദയശങ്കറിന്റെ അനിയനായതുകൊണ്ട് ചെറുപ്പകാലത്ത് നാട്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡാൻസായിട്ട് ഉള്ള അറിവ് കൊണ്ട് മൂപ്പർക്ക് അങ്ങനത്തെ ഒരു ഐഡിയ വന്നിട്ട് ഇങ്ങനെ ചെയ്തൊരു ഓപ്പറാറ്റിക് പ്രൊഡക്ഷൻ ആയിരുന്നു. അതൊരു വളരെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക്. ഇപ്പോൾ തിരുക്കുറൾ പറഞ്ഞില്ലേ, ഏത് സ്റ്റേജിലാണ് ഇപ്പോൾ? അതെല്ലാം ചെയ്ത് കഴിഞ്ഞു. അതിപ്പം ജൂൺ 11 മദ്രാശിയിൽ വെച്ചിട്ട് അരങ്ങേറാൻ പോവാണ്. അത് കഴിഞ്ഞ ശേഷം അതിന്റെ CD ഇറക്കാൻ പോവാണ്. ഇതിനും ഒരു തീം ഉണ്ടോ? ഇതുമാതിരി അതിലെല്ലാം കഥകളുണ്ട്. 3 കുട്ടികൾ, 3 സഹോദരികൾ. അവരൊരു ശ്രീലങ്കൻ
കുട്ടികളാണ്. അവരാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരുടെ അച്ഛനാണ് ഇതിൻ്റെ ഫണ്ടിങ് ഒക്കെ ചെയ്തിട്ട് അവർക്ക് തിരുക്കുറലിനെ പറ്റിയിട്ട് ലോകത്തിൽ മുഴുവൻ അറിയിപ്പിക്കണം നാട്യം മൂലം. അതാണ് അവരുടെ ഉദ്ദേശം. അപ്പോഴാണ് പെട്ടെന്ന് ഈ തിരുക്കുറൽ കോൺഫറൻസ് നടക്കാൻ പോകുന്നുണ്ട് ഇപ്പം അമേരിക്കയിൽ. അത് ഇതിപ്പം പെട്ടെന്ന് വന്നതാണ്. വിചാരിച്ചിട്ടല്ല, അത് പെട്ടെന്ന് അങ്ങനെ ആയത്. അതങ്ങനെ ഒരു കോയിൻസിഡൻസ്. അതിൽ ചെയ്യാൻ പോകുന്നുണ്ട് ഇത്. എന്നിട്ട് അതിൽ ഞങ്ങളിത് എടുത്തുകൊണ്ട് ഞങ്ങളത് അവിടെ ഓണർ ചെയ്യാൻ പോകുന്നുണ്ട്. വേൾഡ് തിരുക്കുറൽ കോൺഫറൻസിൽ ഞങ്ങളുടെ ബഹുമാനിക്കാൻ പോകുന്നുണ്ട്. ഞങ്ങൾ ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഒരു തീമായിട്ടല്ല, അതിലിപ്പോ പല ഐഡിയാസ് ഉണ്ടല്ലോ, ഓരോന്നിനും ഓരോ ഒരു ഹൈലൈറ്റ് പെർട്ടിക്കുലർ തീം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മദർ തെരേസയുടെ ഇത് കൂടെ സർവീസ് കൂടെ അതിൽ കൊണ്ടുവരുന്നുണ്ട് ഞങ്ങൾ. അത് അതായത് റെഫറിങ് ടു തിരുക്കുറൽ എങ്ങനെയാണ് ഒരു സർവീസ് ചെയ്താൽ യാതൊരു ഓരോ മെസ്സേജിനും ലിങ്ക് അപ്പ് ചെയ്യാനുള്ള ഓരോ ആളായിട്ട് ലിങ്ക് അപ്പ് ചെയ്യാനുള്ള ഒരു കഥകളും ഉണ്ടായില്ല. അതേ സമയത്ത് സോളോ ഡാൻസും ഉണ്ട്. എല്ലാം ഒരു നല്ലൊരു 3 ആൾ മാത്രമായിട്ട് എല്ലാ ക്യാരക്ടർ ആയിട്ടില്ല. അതെ.